നമസ്കാരം. മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂൾ ബ്രെൻറ്റ്ഫോർഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ചെൽസിയുടെ സൈഡിൽ നിന്ന് ഒരു ഗോൾ മഴ തന്നെ നമ്മൾ കണ്ടു. 6 ഗോളുകളാണ് ചെൽസി ഇന്ന് അടിച്ചു കൂട്ടിയത്. അതൊക്കെ ഒരു ഹാട്രിക് സ്കോർ ചെയ്തു. പാമറുടെ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പതുക്കെ ചെൽസിയുടെ ഫ്രണ്ട് 3 ഫോമിലേക്ക് വരുന്ന ഒരു സൂചനയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ലിവർപൂൾ മത്സരത്തിൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്ലോട്ടിന്റെ പ്രധാനപ്പെട്ട ടാക്ടിക്കൽ അപ്രോച്ച് ഒക്കെ കൗണ്ടർ അറ്റാക്കിലും സെക്കൻഡ് ഹാഫിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോള്, സെക്കൻഡ് ഹാഫിൽ ഒരു ഗോള്, ലൂയിസ് ഡിയാസിന്റെ സൈഡിൽ നിന്ന് ഗോൾ വന്നു. സെക്കൻഡ് ഹാഫിൽ മോ സലയുടെ സൈഡിൽ നിന്നും ഗോൾ വന്നു. 2-0 അവർ ബ്രെഡ്ഫോർഡിനെ തോൽപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം ഒരുപാട് ചാൻസുകൾ ഇന്ന് ലിവർപൂൾ ഉണ്ടായിരുന്നു. 19 ചാൻസുകൾ, 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. ശരിക്കും പറഞ്ഞാൽ 63% പൊസഷൻ ലിവർപൂളിന്റെ കൈ തന്നെയായിരുന്നു. കിട്ടിയ ചാൻസുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റികൾ ലിവർപൂൾ ഉണ്ടായിരുന്നു. പക്ഷെ പലതും ഫൈനൽ തേർഡിൽ സ്ലോപ്പി ആയിട്ടുള്ള ഒരു ടച്ച് ഒക്കെ എടുത്തതുകൊണ്ട് മിസ്സായി പോയി, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് അടിച്ചു കൊടുത്ത പല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ജോട്ട, ലൂയിസ് ഡിയാസ്, അലക്സാണ്ടർ ആർണോൾഡ്, മോ സല ഇവരൊക്കെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ അർണോൾഡിന്റെ കിഡില 3-4 പാസസ് ഒക്കെ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ലിവർപൂളിന്റെ പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ബ്രെൻറ്റ്ഫോർഡിന്റെ സൈഡിൽ നിന്ന് ആകെ വന്നത് 3-4 സെറ്റ് പീസിൽ നിന്നും ഫ്രീ കിക്കിൽ നിന്നും വന്ന ചാൻസുകൾ മാത്രമാണ്. ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഷോട്ടും ഉണ്ടായിരുന്നു. ഇത് അലിസൺ ബെക്കർ സേവ് ചെയ്യുകയും ചെയ്തു. അത് ഒരു വലിയൊരു അറ്റാക്കിംഗ് മൊമെന്റോ ഒന്നും കൊണ്ടുവരാൻ ബ്രെൻറ്റ്ഫോർഡിന് കഴിഞ്ഞിട്ടില്ല. അവരെ മിഡ്ഫീൽഡിലായാലും ഫൈനൽ തേർഡിലെ ട്രാൻസിഷൻ ആയാലും വളരെ വളരെ പൂറായിരുന്നു. ഒരുപാട് മിസ് പാസസ് ഒക്കെ ലിവർപൂളിന് അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ 13ാമത്തെ മിനിറ്റിൽ ബ്രെൻറ്റ്ഫോർഡിന് ഒരു സെറ്റ് പീസിനുള്ള ചാൻസ് വരുന്നു. അതാണ് ശരിക്കും പറഞ്ഞ ഒരു കൗണ്ടറിലേക്ക് പോയത്. ഇവിടെ ലൂയിസ് ഡിയാസ് വളരെ കൃത്യമായിട്ട് ജോട്ടയുടെ കയ്യിൽ നിന്ന് ഒരു ബോൾ വാങ്ങുന്നു. പുള്ളി ആ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഓടി കയറിയതോടെ ജോട്ടയ്ക്ക് പാസ് കൊടുക്കാനുള്ള ഒരു കിടിലം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാസ് ഡിയാസിന്റെ കാലിലേക്ക് എത്തി. പുള്ളി അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1-0 ലീഡിലേക്ക് ലിവർപൂൾ വരികയാണ്. 1-2 ചാൻസുകളൊക്കെ ലിവർപൂളിന് കിട്ടി. പക്ഷെ ഫൈനൽ തേർഡിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് അടിപൊളി കളിയായിരുന്നു. എസ്പെഷ്യലി 60ാമത്തെ മിനിറ്റിലൊക്കെ മോ സലയുടെ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. പുള്ളി ഒരു 4 പേരെ വെച്ചുകൊണ്ട് 1-2 കളിച്ചുകൊണ്ട് ലെഫ്റ്റ് വിങ് പോയിട്ട് ഒരു ഷോട്ട് എടുക്കാൻ നോക്കി. അവരുടെ ഡിഫൻഡർ നല്ല രീതിയിൽ മാർക്ക് ചെയ്തു. ഇല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോളായിട്ട് മാറാനുള്ള ഒരു ചാൻസ് തന്നെയായിരുന്നു. അങ്ങനെ അധികം വൈകാതെ ജോട്ടയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ലൂയിസ് ഡിയാസിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഇങ്ങനെ ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ടുകൾ വന്നുകൊണ്ടിരുന്നു. അധികം വൈകാതെ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു സ്ലോപ്പി മിസ് പാസ് ബ്രെൻറ്റ്ഫോർഡ് സൈഡിൽ നിന്ന് വരുന്നു. ഇത് മുതലാക്കിക്കൊണ്ട് റൈറ്റ് വിങ്ങിൽ 2 ലിവർപൂളിന്റെ പ്ലെയർ ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മോ സലയുടെ കൃത്യമായിട്ടുള്ള റണ്ണ്, പുള്ളിയുടെ കാലിൽ പന്തെത്തി ഗോൾ കീപ്പറുടെ മുകളിലൂടെ കൃത്യമായിട്ട് അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ലീഡ് 2-0 ഉയർത്താൻ ലിവർപൂളിന് കഴിയുകയും ചെയ്തു. ചിലപ്പോഴൊക്കെ ലിവർപൂളിന്റെ ഹൈലൈറ്റ് കാണുമ്പോൾ ഈ ലിവർപൂൾ ഫാൻ അല്ലാത്ത എനിക്ക് പോലും പേടിയാവും. കാരണം അവര് ശരിക്കും പറഞ്ഞാൽ ബ്രെൻറ്റ്ഫോർഡിന്റെ ഒരു മിഡ് ഹാഫിലാണ് അവരുടെ ഹൈലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ബോൾ മിസ്സായതിനുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രമാണ് എനിക്കൊരു ഡേഞ്ചർ ആയിട്ട് തോന്നിയത്. പക്ഷെ സ്ലോട്ടിന് കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ഒരു ലൈനൊക്കെ ലിവർപൂളിൽ സെറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും അത് വർക്കൗട്ടായി. അവസാനത്തെ 15 മിനിറ്റ്സ് ഒക്കെ ഒരു ലോ ഗിയറിലാണ് കളി പോയത്. അവർക്കറിയാം 2 ഗോളിന്റെ ലീഡ് ഉണ്ട്. വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കേണ്ട ഒരു അവസരമില്ല. അതുകൊണ്ട് ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കാൻ വേണ്ടി പുറത്തുനിന്ന് നിർദ്ദേശം കിട്ടി. അതുപോലെ കൃത്യമായിട്ട് ഗെയിം മാനേജ്മെന്റ് നടത്തിക്കൊണ്ട് ആ ഒരു വിജയത്തിലേക്ക് പോവുകയും ചെയ്തു. 2 വിജയത്തോടെ ലിവർപൂള് ടോപ്പ് 4 തന്നെ ഉണ്ട്. സിറ്റിയും ആർസനലും ഒക്കെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ ക്രൂഷ്യൽ ആയിരിക്കും. സ്ലോട്ടിന്റെ അറ്റാക്ക് ചില മൊമെന്റോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.